ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുരിങ്ങയില ചേനത്തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ മുരിങ്ങയില മാത്രമായിട്ട് അല്ലെങ്കിൽ പരിപ്പും കൂട്ടിയിട്ടാണ് തോരൻ വെക്കാറുള്ളത്. ഇതിപ്പോൾ ചേനയും മുരിങ്ങയിലയും കൂടെയാണ് ഞാൻ തോരൻ വെച്ചിട്ടുള്ളത്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് ചേനയും മുരിങ്ങയിലയും കൂടെ തോരൻ വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചേനയും മുരിങ്ങയിലും വെച്ചിട്ട് തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഈ ഒരു ബൗളിന് 2 ബൗൾ മുരിങ്ങയിലാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങയില നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം, കാരണം അത് കുക്കായിട്ട് വരുമ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ചേനക്കഷ്ണത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. ഒരു 200 ഗ്രാം എടുക്കണുള്ളൂ. തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചേനക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചേനക്കഷ്ണങ്ങൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചേന കഷ്ണങ്ങളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുത്താൽ മതി. നമ്മളിങ്ങനെ ചേന കഷ്ണങ്ങൾ വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ചേന കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. ചേന കഷ്ണങ്ങൾ കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മുരിങ്ങയിലൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം. മുരിങ്ങയിലൊക്കെ നന്നായി കഴുകി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചേന കഷ്ണങ്ങൾ കുക്കായിട്ടുണ്ട് നോക്കാം. ചേന കഷ്ണങ്ങൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അത് ഉടഞ്ഞു പോകണ്ട കേട്ടോ, ഇത്ര വേവായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. മുരിങ്ങയില ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് വാടി വരും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയിലയിൽ തന്നെ വെള്ളം ഉണ്ടാവും, അതിൽ കിടന്നിട്ട് തന്നെ അത് കുക്കായിട്ട് വരും. ഇപ്പോൾ മുരിങ്ങയിലൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വാടിക്കിട്ടും. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മുരിങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേന വേവിച്ചപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ മുരിങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മുരിങ്ങയില ഇട്ട ഉടനെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. കാരണം മുരിങ്ങയില വാടി വരുമ്പോൾ അധികം ഉണ്ടാവില്ല, ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുരിങ്ങയില വാടിയതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. മുരിങ്ങയില കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയുള്ളിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഒരു 4-5 വരെ എടുക്കാം. ചെറിയുള്ളി കൂടുന്നതിനനുസരിച്ച് തോരൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ.
ഞാനിതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിത് ചതച്ചെടുക്കാൻ. മുരിങ്ങയില കുക്കായിട്ടുണ്ടോ നോക്കാം. ഇലക്കറികൾക്ക് അധികം വേവൊന്നുമില്ല. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. മുരിങ്ങയിലും ചേനയൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ചെറിയുള്ളിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ഈ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ അരപ്പിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് ഈ ചെറിയുള്ളി മാത്രം ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അധികം ഓയിലൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാനിത് ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ടൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 4 ചെറിയുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറിയുള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളിക്ക് പകരം ഒരു സവാളൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞിട്ട് ഫ്രൈ ആക്കി എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ വേണ്ട എന്നുള്ളവർക്ക് ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ താളിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ തേങ്ങ തോരനിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ തേങ്ങ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. വറുത്തെടുത്തിട്ടുള്ള ചെറിയുള്ളിയും തേങ്ങയും നമുക്ക് മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ചേനത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ ചേനയും മുരിങ്ങയിലയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾ വരെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചു പോകും. എൻ്റെ മോൾക്കൊക്കെ മുരിങ്ങയില കഴിക്കാൻ നല്ല മടിയായിരുന്നു. പക്ഷേ ഈ ചേന വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ മോൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മുരിങ്ങയിലക്ക്. മുരിങ്ങയില ഏത് പ്രായക്കാർക്കും കഴിക്കാം. മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഹൈ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും മുരിങ്ങയില കഴിക്കണം. ബ്ലഡ് പ്രഷർ നോർമലാവാനും കൊളസ്ട്രോൾ കുറക്കാനൊക്കെ മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ്. മുരിങ്ങയില നമുക്ക് തോരനായിട്ടും കറിയായിട്ടും സൂപ്പായിട്ടും ജ്യൂസായിട്ടും ഒക്കെ കഴിക്കാം. അപ്പോൾ മുരിങ്ങയിലും ചേനയും വെച്ചിട്ട് ഇതുവരെ തോരൻ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. മുരിങ്ങയില ഇഷ്ടമല്ലാത്ത കുട്ടികൾ വരെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കഴിക്കും, അത്ര ടേസ്റ്റാണ്. ഇലക്കറികൾ കൊണ്ടുള്ള തോരന് ചൂടോടുകൂടെ കഴിക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്